ഓ ഷിറ്റ്, എൻ്റെ ഭഗവാനെ. ജിന്നാണത്? നീയാണോ നിൽക്കുന്നേ? ആ ജിന്ന് നീയാണോ നിൽക്കുന്നേ? ഹലോ ഹലോ, നീയാണോ നിൽക്കുന്നത് അവിടെ? ഓ മൈ ഗാഡ്. മതി മതി, ഇത്രയും മതി, ഞാൻ പോവാ. ഓക്കെ 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 ഓക്കെ, ഞാൻ പോവാണ്. മതി മതി, എനിക്കൊന്ന് ക്യാമറ കിട്ടണം. ഓക്കെ, ഞാൻ പോവാ. ഗൈസ്, നമ്മളിന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന സ്ഥലം ഇതാണ്. ഓക്കെ, ഈ ഒരു ബിൽഡിങ്ങാണ് ഒന്ന് ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. ഇതൊരു എലോൺ ചാലഞ്ച് വീഡിയോ ആയിരിക്കും. സോ ഇവിടെ എന്താണ് സംഭവം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അകത്ത് പോയിട്ട് 1 by 1 ആയിട്ട് പറയാം. സോ മൊത്തം പൊട്ടി തകർന്നൊരു അബൻഡൻ്റായിട്ടുള്ള ഒരു ബിൽഡിങ്ങാണിത്. ഇപ്പോൾ സൗണ്ട് കിട്ടുന്നതിലും ഇപ്പം എന്തെങ്കിലും സൗണ്ട് കിട്ടും നിങ്ങൾ? ആരെങ്കിലും ഉണ്ടോ ഇവിടെ മനുഷ്യന്മാരായിട്ട്? മനുഷ്യന്മാരായിട്ട് ആരെങ്കിലും ഇവിടെ ഉണ്ടോ? മൊത്തം കാട് പിടിച്ച് കിടക്കുകയാണ്. ഈ സ്ഥലത്ത് കുറച്ചധികം പ്രോബ്ലംസ് ഉണ്ട്. സോ ഞാൻ അതൊക്കെല്ലാം ഡീറ്റെയിൽ ആയിട്ട് അകത്ത് പോയിട്ട് പറയാം. കൈസ് ഇപ്പോൾ സൗണ്ട് ചെയ്യുന്നതിൽ ഫുഡ് സ്റ്റെപ്പ്. ആരത്? ഹലോ, ഭയങ്കര സൈലൻ്റ് ഇവിടെ. ഫുള്ള് പൊട്ടി പൊളിഞ്ഞ് തകരണ്ട്. ആരെങ്കിലും ഉണ്ടോ ഇവിടെ മനുഷ്യന്മാരായിട്ട്? പ്രേതത്തിൻ്റെ കാര്യമല്ലേ ചോദിക്കുന്നത്? അടുപ്പൂട്ടി തീ കത്തിച്ചേക്കുന്നു ഗൈസ്. ഇത് അടുപ്പൂട്ടി തീ കത്തിച്ചേക്കുമല്ല, ആക്ച്വലി ഇത് വേറൊരു സംഭവം. ഓ മൈ ഗോഡ്, എൻ്റെ ദൈവം തമ്പുരാനെ. ആരത്? ഇവിടെയുള്ള ആ ജിന്നാണ് ഇപ്പോൾ സൗണ്ട് ഉണ്ടാക്കിയേ. ഇവിടെയുള്ള ആ ജിന്നാണ് ഇപ്പോൾ സൗണ്ട് ഉണ്ടാക്കിയേ. ആ ശബ്ദം ഉണ്ടാക്കിയത് ആരാണ്? എൻ്റെ ഭഗവാനെ, കിടക്കുന്നുണ്ടോ? ഇതുവഴി ഇപ്പം എങ്ങനെ കയറി അകത്തോട്ട് പോവാ?
സോ എങ്ങനെയെങ്കിലും ഇതിനപ്പുറത്തോട്ട് പോകണം. എവിടെ നീ ശബ്ദമൊക്കെ കേൾക്കുന്നു? ഗൈസ്, എന്തായാലും ഞാൻ വന്നിട്ട് ഇവിടുത്തെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഹായ് ഗൈസ്, പുതിയൊരു ഗോസ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് നമ്മൾ വന്നിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നത് ഒരു അബണ്ടൻ്റ് ആയിട്ടുള്ള ഒരു വലിയൊരു ഫാക്ടറിയാണ്. സോ ഈ ഒരു ഫാക്ടറിയുടെ ഇവിടെ എന്താണ് ഉള്ളത് എന്നുള്ള കാര്യങ്ങൾ ഞാൻ ഫസ്റ്റ് പറയാം. സോ ഇവിടെ വന്നിട്ട് ജിന്നാണ് ഉള്ളത്. സോ ജിൻ ഉള്ളതായിട്ടാണ് ഇവിടെ ഉള്ള നാട്ടുകാർ മുഴുവൻ പറയുന്നത്. ആക്ച്വലി ഇതുകൊണ്ടൊരു ഇതിന് ചുറ്റും വന്നിട്ട് വീടുകളോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഇതൊരു കൊടും കാട്ടിന് നടുക്കാണ് ഈ ബിൽഡിംഗ് ഉള്ളത് തന്നെ. പക്ഷേ ഇതിനടുത്തായിട്ട് തന്നെ ഒരു മീൻ വളർത്തുന്ന കേന്ദ്രമുണ്ട്. അവിടെ മീൻ വളർത്തുന്ന കേന്ദ്രമുണ്ട്. സോ അത് ആ ഒരു സ്ഥലത്ത് വന്നിട്ട് അവിടെ ജോലി ചെയ്തിട്ടുള്ള പല ആൾക്കാരും വന്നിട്ട് ഇവിടുന്ന് പല രൂപങ്ങളും പല സൗണ്ടുകളും കണ്ടിട്ടുമുണ്ട്. അതിനുശേഷം വന്നിട്ട് വേറെ ചില ആൾക്കാരോട് സംസാരിക്കുമ്പോഴാണ് ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഉള്ളതായിട്ട് തന്നെ ഈ ഒരു ആൾക്കാർ മൊത്തം അറിയും. ഈ ഒരു പരിസരത്തുള്ള ആരതെ. സോ എല്ലാവരും തന്നെ ഇത് അറിഞ്ഞത് അങ്ങനെയാണ്. സോ ഇത് വന്നിട്ട് ഇവിടെ ജിൻ ഉണ്ട് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ ഈ ജിൻ ഇവിടെ എങ്ങനെ വന്നു, എങ്ങനെ ഇവിടെ എത്തി നിന്നു? പല്ലിയുടെ സൗണ്ട് കേൾക്കാം ക്ലിയർ ആയിട്ട്. ആ ജിന്നിൻ്റെ സൗണ്ട് കാര്യം പറയുമ്പോൾ തന്നെ പല്ലിയുടെ സൗണ്ട് ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ട്. കാരണം ജിന്നുകൾക്ക് വന്നിട്ട് ഏത് രൂപത്തെയും ഈസി ആയിട്ട് വന്നിട്ട് എടുക്കാൻ പറ്റും. സോ അങ്ങനെ ഒരു ലൊക്കേഷനാണ് ഞാൻ വന്നിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വന്നിരിക്കുന്നത്. സോ ഇതെനിക്ക് വന്നിട്ട് വേറെ ലെവൽ ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. കാരണം ഒരു അബണ്ടൻ്റ് ബിൽഡിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് ഓക്കെ നോർമൽ, ബട്ട് ഇത് വന്നിട്ട് കാട്ടിനകത്താണ്, ഒരു വലിയൊരു കാടിനകത്താണ് ഈ ബിൽഡിംഗ് ഉള്ളത് തന്നെ. അതുതന്നെ ഭയങ്കര വലുതായിട്ടൊരു ചാലഞ്ചായിട്ടാണ് എനിക്ക് ഫീൽ ആവുന്നത്. സോ ഇനി എന്തായാലും ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. വീഡിയോ എല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്യാൻ കാണുക. അത് നടക്കുന്ന സൗണ്ട് ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ട്. ആരതെ? ആരാണെങ്കിലും ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. വേറെ ആരും ഇവിടെ 10 പേരോ 5 പേരോ ആരും കൂടെ ഇല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എന്നോട് സംസാരിക്കണം എന്നുണ്ടെങ്കിലോ സംസാരിക്കാം ഈസി ആയിട്ട്. ഞാനതിന് റെഡി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ ഗൈസ്, വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം എന്തായാലും. Oh my god. എവിടെ നീ സൗണ്ട് കേൾക്കുന്ന ഒരു പിടുത്തം കിട്ടുന്നില്ല. ഇത് മുഴുവനും കാടാണ്. എവിടുത്തെ ഇപ്പം ശബ്ദം കേട്ടെ? ആരും നടക്കുന്നുണ്ട് അകത്ത്. ഹലോ, നിങ്ങൾ എവിടെയാ ഉള്ളതെന്ന് പറയാമോ? ഞാൻ അങ്ങോട്ടേക്ക് വരാം. കൈ സൗണ്ട് വന്നിട്ട് ഇതിനകത്തുനിന്ന് സൗണ്ട് കേൾക്കുന്നത് ക്ലിയർ ആയിട്ട്. ആകെ ഒരു വഴി ഇതുവഴി ചുറ്റി അതകത്തോട്ട് പോകാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇവിടെ നിന്നല്ലേ ഇപ്പോൾ സൗണ്ട് കേട്ടെ? നിങ്ങളെവിടെ ഉള്ളേ?
എന്ത് ഈ സൗണ്ട് കേൾക്കുന്നേ? ഓ മൈ. ഉറുമ്പൊക്കെ വരി വരിയായിട്ട് പോവുക. എങ്ങോട്ടാണാവോ? ഇവിടെ നിന്നല്ല ഇപ്പോൾ സൗണ്ട് കേട്ടെ. ഓ എൻ്റെ ദൈവം തമ്പുരാനെ. എന്ത് ഈ സൗണ്ട് കേൾക്കുന്നേ? ഹലോ, എന്തുവാണ് ഈ സൗണ്ട് കേട്ടോണ്ടിരിക്കുന്നത് ഇവിടെ? ഓ നിങ്ങൾ എവിടുന്ന് ഈ സൗണ്ട് ഉണ്ടാക്കുന്നേ? നിങ്ങൾ ഈ കെട്ടിടത്തിനകത്തുനിന്ന് എവിടുന്നോ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്, ശബ്ദങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ട്. എവിടുന്നാണെന്നൊന്നും എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല. എന്നെക്കൊണ്ട് ആവുന്ന രീതിയിൽ ഞാൻ നിങ്ങളുടെ അടുത്തോട്ട് വരാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾക്കും അത് ശ്രമിക്കാം. ഓ ഭഗവാനെ. ആരാ നടക്കുന്നേ? ആരാ ഇത് ഒരേ സ്ഥലത്ത് ഇത്രയും പ്രാവിൻ്റെ തൂവൽ ഒന്നിച്ച് കിടക്കുന്നു. നിങ്ങൾക്ക് എന്താ വേണ്ടേ? ഈ സ്ഥലം ആരുടെ? നിങ്ങളുടെ തന്തയുടെ ആയാലല്ലോ. നിങ്ങൾക്കിവിടെ പെട്ടി കിടക്കാമെങ്കിൽ എനിക്കും കിടക്കാം. ഓ കൊമ്പു. എന്താ ഇവിടെ നടന്നോണ്ടിരിക്കുന്നേ? നിങ്ങൾ എന്ത് ഈ തല്ല് പൊട്ടിക്കുന്നേ? ഹലോ, നിങ്ങൾ ശബ്ദം ഉണ്ടാക്കുന്നിടത്തോട്ട് മാക്സിമം ഞാൻ വരാനാണ് ശ്രമിക്കുന്നത്. എൻ്റെ ഭഗവാനെ, എന്തു കിടക്കുന്നേ? അയ്യോ, ഇതുണ്ടോ ഒരു സ്ലോപ്പിൽ ഇതിങ്ങനെ ചരിഞ്ഞ് കിടക്കുക താഴോട്ട്. ഒന്ന് ചവിട്ടിക്കഴിഞ്ഞാൽ താഴെയാണ്. എവിടെ നിന്ന് ഈ സൗണ്ടും കേൾക്കുന്ന ഒരു പിടുത്തം കിട്ടുന്നില്ല. കഴിച്ച് എന്നിട്ട് സൗണ്ട് എവിടെ നിന്നാണ് ക്ലിയറായിട്ട് കേൾക്കുന്നുണ്ടെന്നുള്ളത്. സൗണ്ട് ക്ലിയറായിട്ട് കേൾക്കുന്നുണ്ട്.
ഇത് എവിടെ നിൽക്കുന്നതെന്നുള്ളതൊന്നും ഒരു പിടുത്തം കിട്ടുന്നില്ല. എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. എൻ്റെ ഈ ഫേസിലെ ക്ഷീണം വന്നിട്ട് എനിക്ക് ക്ഷീണം മനസ്സിലാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് കാരണം വേറൊന്നുമല്ല, 3-4 ദിവസമായിട്ട് ഫുൾ ഷൂട്ടാണ്. സോ വീട്ടിൽ പോലും ഇതുവരെ പോയിട്ടില്ല, അതിനാണ് ക്ഷീണം മൊത്തം. ലൈറ്റൊന്നും ഇല്ലാതെ ഇതിൽ കയറി വന്നു കഴിഞ്ഞാൽ തീർന്ന്. കമ്പിയൊക്കെ കണ്ട് കിടക്കുന്നുണ്ടോ? എവിടേക്കാണ് കൊണ്ടു കയറുന്നതെന്ന് ഒരു പിടുത്തം കിട്ടത്തില്ല. നിങ്ങൾ എവിടുന്ന് ഈ ശബ്ദം ഉണ്ടാക്കുന്നതെന്ന് പറയാമോ? ഞാൻ ഇത്രയൊക്കെ ഇറങ്ങി വന്നില്ലയോ? ഇത് മേളിൽ നിന്ന് ഇതാ പൊട്ട് വീണേക്കുന്നേ മൊത്തം താഴെ. എൻ്റെ ദൈവം തമ്പുരാനെ, തൊട്ടടുത്ത് നീ സൗണ്ട് കേൾക്കുന്നേ. എക്സ്ട്രീം. കൈസ് അവിടെ നിന്നാണ് സൗണ്ട് കേട്ടോണ്ടിരിക്കുന്നത് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ. ആൾമോസ്റ്റ് സൗണ്ട് ഞാൻ പുറത്തുനിന്ന് ഇതുവഴി പോയി പുറത്തുനിന്ന് ഞാൻ അവിടെ നിന്ന് തുടങ്ങി സൗണ്ട് കേൾക്കുന്നിടത്തോട്ട് കേട്ട് 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 വന്ന് അകത്ത് മൊത്തം നോക്കി, ഇതിന് മുകളിൽ മൊത്തം പോയി നോക്കി. ഇവിടെ നിന്നാണ് സൗണ്ട് ക്ലിയർ ആയിട്ട് കേട്ടോണ്ടിരിക്കുന്നത്. സൗണ്ട് ഇവിടെ നിന്നാണ് ക്ലിയർ ആയിട്ട് കേൾക്കുന്നത് മനസ്സിലായി. നിങ്ങളിനി എവിടെ നിൽക്കുന്നതെന്നുള്ള എനിക്കറിയത്തില്ല. എന്തായാലും ഈ ഒരു പരിസരത്ത് തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി. എന്താ ഭഗവാനെ, ഓ മൈ ഗാഡ്, ഓ മൈ ഗാഡ്. ഇതൊക്കെ ഏത് സമയം ഇടിഞ്ഞ് തലയിൽ വീഴാം. ഈ ബിൽഡിങ്ങിൻ്റെ അവസ്ഥ മൊത്തത്തിൽ എന്തു കേൾക്കുന്നു ഇവിടെ? നിങ്ങളുടെ സൗണ്ട് മാത്രമല്ലാതെ നിങ്ങളെ കാണാൻ പറ്റുമോ? നിങ്ങളെ കാണാൻ പറ്റുമോ? സൗണ്ട് കേൾക്കുന്നുണ്ട് ചുറ്റിനും. എനിക്ക് നിങ്ങളെ കാണാൻ പറ്റുമോ ഈ സ്ഥലത്ത്? എൻ്റെ അമ്മ,
എനിക്ക് നിങ്ങളെ കാണാൻ പറ്റുമോ എന്ന് ഞാൻ ചോദിച്ചുള്ളൂ. ഇപ്പോൾ സൗണ്ട് അപ്പുറത്തുനിന്ന് കേട്ടെ. മുകളിൽ കൂടെ ആരും നടക്കുന്ന പോലെ കുറച്ച് നേരമായിട്ട് സൗണ്ട് ഇടിക്കുന്ന തൊട്ട് സൗണ്ട് കേൾക്കുന്നുണ്ട് മുകളിൽ നിന്ന്. അമ്പോ എന്തോ ഇത്, അയ്യോ എന്തോ വലിയ ഫാക്ടറിയാണത്, ഒരു രക്ഷയില്ല. വിഷ് യു ആൾ ഹാപ്പി ന്യൂ ഇയർ 1998. അമ്പോ ഈ പറയുന്ന സാധനം എവിടെ നിന്നാണ് ഈ ശബ്ദം ഉണ്ടാക്കുന്നത് എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല. സൗണ്ട് മാത്രം നന്നായി ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ട് എനിക്ക്. എന്തായാലും ഞാൻ ഒറ്റയ്ക്കല്ലേ ഈ സ്ഥലത്ത് വന്നേക്കുന്നേ, എൻ്റെ കൂടെ വേറെ ആരും തന്നെ ഇല്ല. നിനക്ക് ഈസി ആയിട്ട് എൻ്റെ അടുത്ത് വരാൻ പറ്റും. അത് തന്നെ, എൻ്റെ അടുത്ത് വരാനും പറ്റും. നിനക്ക് പറ്റുവാണെന്നുണ്ടെങ്കിൽ നിനക്ക് എന്നോട് സംസാരിക്കാനും പറ്റും. ഞാനും അതിന് റെഡി ആയിട്ട് തന്നെ വന്നേക്കുന്നത് ഇവിടെ. ഗൈസ്, ഇവിടെ എവിടെയാണ് കുഴി എന്നൊന്നും ഒരു പിടുത്തമില്ല. അങ്ങ് നടന്നങ്ങ് പോവുക. പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ സൗണ്ട് കേൾക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ ഡ്യൂറേഷൻ ഉൾപ്പെടെ മെൻഷൻ ചെയ്ത് കമൻ്റ് ഇടുക. വവ്വാലാണ്. ഇതൊക്കെ എന്തിൻ്റെ ഫാക്ടറി ആണെന്നുള്ളത് എനിക്കിപ്പോഴും അറിയത്തില്ല. വീഡിയോ കാണാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും കണ്ടിട്ട് എന്തെങ്കിലും ഒരു ഐഡിയ തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയുമോ. അന്നത്തെ കാലത്ത് സ്റ്റെപ്പൊക്കെ പണി ഒരുമാതിരി സോഫ്റ്റായിട്ട് താഴ്ന്നു എനിക്കിവിടെ. ഈ തീയല്ലത്, ഓ മൈ ഗോഡ്, ഉണ്ട്. എൻ്റെ അടുത്ത് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ എന്നെ കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചോണ്ടാണോ നീ ഇപ്പം കാണിച്ച തീ? ഹലോ, ഈ തീയുടെ രൂപത്തിൽ നീ എൻ്റെ അടുത്ത് വന്നതാണോ? കറക്റ്റ് ഉണ്ട്. ഇവിടെ ആയിട്ട് ഇപ്പം തീ ഉണ്ടായിരുന്നു.
കണ്ട് ഈ മണ്ണ് വരെ ഭയങ്കര സോഫ്റ്റാണ്. ആക്ച്വലി ഇതുപോലത്തെ മണ്ണിൻ്റെ പൊടികളൊക്കെ ഹൈലി റിസ്ക്കാണ്. മാസ്ക് ഒക്കെ ഇടാതെ ഇതിൽ വന്നു കഴിഞ്ഞാൽ ശ്വാസമുട്ടലും പല പ്രശ്നങ്ങളും ഉണ്ടാകും. അടിഭാഗം മൊത്തം ടൈലാണ് കേട്ടോ. 1900 സംതിങ്ങുകളിൽ പണിഞ്ഞാണ്. ഫുള്ള് ടൈൽ വെച്ചാൽ മൊത്തം പണിഞ്ഞേക്കുന്നത്. ടൈല്, മാർബിള്. സൗണ്ട് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കണ്ടിന്യൂസ് ആയിട്ട്. ഏയ്, എവിടുന്ന് സൗണ്ട് കേൾക്കുന്നേ? ചോദിച്ച് മനസ്സിലാവുന്നുണ്ടോ നിനക്ക്? ഓ മൈ ഗോഡ്, എന്താ നിനക്ക് വേണ്ടത്? മനസ്സിലാവുന്നില്ല, മനസ്സിലാവുന്ന ഭാഷ പറ. നിനക്കെന്താ വേണ്ടേ? നീ ശരിക്കും ജിന്ന് തന്നെ ആണോ ഇവിടുത്തെ, അതോ വേറെന്തേലും ആണോ? നീ ശരിക്കും ജിന്ന് തന്നെയാണോ? ഞാൻ ഈ അടുത്തോട്ട് വരുമ്പോൾ എന്തിനാ ഈ ദൂരോട്ട് പോന്നേ? ചില സമയത്ത് എൻ്റെ ചുറ്റും ഇതുപോലത്തെ ഒരു സ്ഥലത്ത് വന്നിട്ട് നമ്മളൊരു കാടിന് നടുക്ക് ഒരു അബണ്ടർ ഫാക്ടറി, അതിനകത്ത് വന്നിട്ട് ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഇതുപോലെ പല സൗണ്ടും കാര്യങ്ങളും കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ചില ഒരു ഫീലുണ്ട്. ആ ഫീല് ഞാൻ പറയുന്നില്ല. എവിടാ നിൽക്കുന്നത് നീ? എൻ്റെ അമ്മ, എക്സ്ട്രീം. നീ ഈ റൂമിനകത്തുണ്ടോ? ഈ റൂമിനകത്ത് നീ ഉണ്ടോ? ഞാൻ അകത്തോട്ട് വരുവാണേ. പവർ ഹൗസ്. ഇതിനകത്ത് തന്നെ ഉണ്ട്. ഇതിനകത്ത് തന്നെ ആ സ്പിരിറ്റ് ഉണ്ട്. ഞാൻ അകത്തോട്ട് വരട്ടെ? വരാൻ പോവാണ്.
ഞാൻ അകത്തോട്ട് വരാൻ പോവാണ്. സൗണ്ട് ഉണ്ടാക്കരുത്. ദൈവമേ, നീ കിടക്കുന്ന പായാണത്? നീ കിടക്കുന്ന പായാണത്? അമ്പോ, ഓഫ്. അമ്പോ, ഐസ് വന്നിട്ട് എക്സ്ട്രീമായിട്ട് സൗണ്ട് കേൾക്കുന്നുണ്ട്. ക്ലിയർ ആയിട്ടൊക്കെ സൗണ്ടും കേൾക്കുന്നുണ്ട്. ഒരു തീ പോലത്തെ സംഭവം വന്നിട്ട് ക്യാപ്ചർ ചെയ്യുകയും ചെയ്തു. ഇത് മേ ബി വന്നിട്ട് ജിന്നാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അത്ര കൺഫർമേഷൻ ഇതുവരെ ആയിട്ടില്ല. ജിന്ന് ഇപ്പം ചോദ്യം വരും, ജിന്നിൻ്റെ കൂടെ ആണോ ജനിച്ച് വളർന്നതെന്ന് തോന്നും. ജിന്നിനെ കണ്ടാൽ മനസ്സിലാവും. അങ്ങനെയല്ല, നമുക്ക് ഒരു കാര്യം കാണുമ്പം നമുക്കൊരു ഫീൽ വരത്തില്ലേ? സോ അതാണ് ഈ പറയുന്നത്, വേറൊന്നുമല്ല. എനിക്കിതുവരെ അങ്ങനെ തോന്നുന്നില്ല ഇതൊരു ജിന്നാണ് എന്നും എനിക്ക് ഫീലായിട്ടില്ല. മേ ബി ആയിരിക്കാം, മേ ബി പവർ കുറഞ്ഞ ഒരു സ്പിരിറ്റ് ആയിരിക്കാം. അങ്ങനെ റീസൺ ഉണ്ട്. ആകാതെ ഇരിക്കാം. നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ പറയുക. ജിന്നായിരിക്കുമോ അല്ലയോ എന്നുള്ളത്. നീ ഇങ്ങനെ മുക്കിന് മൂലയിൽ നിന്ന് സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. എനിക്ക് നിന്നെ കാണാൻ പോലും പറ്റുന്നില്ല എവിടെയാണെന്നുള്ളത്. അറ്റ്ലീസ്റ്റ് ഇത്രയും ദൂരം വന്നതല്ലേ, ഒരു തവണയെങ്കിലും ആ ദർശനം ഒന്ന് കിട്ടുമോ? ഇല്ല, കണ്ടു കഴിഞ്ഞാൽ ഞാൻ വലിച്ചോടും, അത് വേറെ കാര്യം. എന്നാലും സബ്സ്ക്രൈബറിന് ഒരു തവണ കാണാൻ പറ്റുമല്ലോ, അതാണ് ഈ ചോദിക്കുന്നത്. ഒരു തവണ ഈ ക്യാമറയുടെ മുൻപിൽ വരാൻ പറ്റുമോ? ഞാൻ വന്നപ്പോൾ തൊട്ട് സൗണ്ട് മാത്രമാണ് കേട്ടോണ്ടിരിക്കുന്നത്.
ഓ എൻ്റെ ദൈവമേ, oh my god. എന്ത് സൗണ്ട് ഇത്? സൗണ്ടിൻ്റെ ആ ഒരു ആക്രോശം കൂടിയൊരു ഫീൽ എനിക്ക്. വീഡിയോ കാണുന്ന നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? ഈ പറഞ്ഞൊന്ന് വവ്വാലാണ് ഇനി. വീണ്ടും അതേ സ്ഥലത്ത് സൗണ്ട് കേട്ടോണ്ടിരിക്കുന്നത്. ഓ മൈ ഗോഡ്. ഒരു കാണാൻ പറ്റുമോ? ഓ ഷിറ്റ്, എൻ്റെ ഭഗവാനെ. യോ, ജിന്നാണത്? നീയാണോ നിൽക്കുന്നേ? ആ ജിന്ന് നീയാണോ നിൽക്കുന്നേ? ഹലോ ഹലോ, നീയാണോ നിൽക്കുന്നത് അവിടെ? ഓ മൈ ഗാഡ്. മതി മതി, ഇത്രയും മതി, ഞാൻ പോവാ. ഓക്കെ 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 ഓക്കെ, ഞാൻ പോവാണ്. മതി മതി, എനിക്കൊന്ന് ക്യാമറ കിട്ടണം. ഓക്കെ, ഞാൻ പോവാ. ഓ മൈ ഗാഡ്, എക്സ്ട്രീം ക്യാപ്ചർ. എക്സ്ട്രീം സൗണ്ട് കേട്ടോണ്ടിരിക്കുന്നുണ്ട് ഇവിടെ. എക്സ്ട്രീം ക്യാപ്ചർ ഗൈസ്. ഗൈസ് നിങ്ങൾ കണ്ടു കാണും വീഡിയോയിൽ. സോ എക്സ്ട്രീം ലെവൽ ക്യാപ്ചർ ആയിരുന്നു. എക്സ്ട്രീം ലെവൽ ക്യാപ്ചർ ആയിരുന്നു. നിങ്ങൾ വീഡിയോ കണ്ടു കാണും. ഇത്ര ഗൈസ് ഞാൻ വീഡിയോ ഞാൻ എന്തായാലും പുറത്തോട്ട് പോവാണ്. എനിക്ക് അവസാനമായിട്ട് ലാസ്റ്റ് ഒരു തവണ ക്യാപ്ചർ ചെയ്യണമെന്ന് മാത്രമുള്ളായിരുന്നു. എന്നാലും ഇവിടുന്ന് പോവാണ്. എന്തായാലും ബുദ്ധിമുട്ടിട്ട് ഉണ്ടെങ്കിൽ സോറി. ഓ ഷിറ്റ്, എൻ്റെ ഭഗവാനെ.